എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരത്തെ ചായക്കൊപ്പവും അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുമ്പോഴും അതുപോലെ നോമ്പിനും എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ്. സാധാരണ മുട്ട പപ്സ് ഉണ്ടാക്കാൻ ഒരുപാട് പണിയാണ്. അതുകൊണ്ട് തന്നെ ആരും അധികം വീട്ടിലുണ്ടാക്കാറുണ്ടാവില്ല. അധികവും പുറത്തുനിന്ന് വാങ്ങലായിരിക്കും പതിവ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും വീട്ടിൽ മുട്ട പപ്സ് തന്നെയായിരിക്കും. അത്രയും ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഓവനും വേണ്ട, അതുപോലെ ഒരുപാട് ടൈം എണ്ണ തേച്ച് മടക്കി വെക്കുകയോ ഫ്രീസറിൽ വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഈ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കപ്പളവൊന്നും വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണ് ഉള്ളത് അതിലെടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ. വെള്ളത്തിൻ്റെ ഒരളവൊന്നും ഞാൻ പറയുന്നില്ല, ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറോളം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ വെക്കണം എന്നൊന്നുമില്ല, നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുന്ന ആ ഒരു സമയം വെക്കാം. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ സവാളയെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഒരുപാട് വഴറ്റി അങ്ങ് ഉടഞ്ഞു പോകണ്ട, ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ എടുത്തത് വലിയ ടൈപ്പിലുള്ള വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ ഒരു 5-8 എടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഇത് മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ പൊടിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. മല്ലിയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പപ്സിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളൊരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടുവാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 25 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് റെഡിയാകുന്നത് വരെയാണ് ഞാൻ കുഴച്ച് വെച്ചത്. അപ്പോഴത്തേക്ക് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ പൂരിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അധികം മാവ് എടുത്താൽ മതി. ചപ്പാത്തിൻ്റെ അത്ര വേണ്ട, അതിലും കുറച്ച് കുറവായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ബാക്കിയുള്ള മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. 11 ബോൾസാണ് നമുക്ക് കിട്ടിയിന്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പുമ്മലേക്ക് അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് റെഡിയാക്കിയ ബോൾസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. ഒരെണ്ണം എടുക്കുന്ന സമയത്ത് ബാക്കി അടച്ച് വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരെണ്ണം എടുക്കുക, ബാക്കിയുള്ളത് അടച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇതുപോലെ സ്പ്രെഡാക്കുമ്പോഴും അതുപോലെ നമ്മൾ ഫില്ലിങ് റെഡിയാക്കുമ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്.
എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ആദ്യം 2 ഭാഗത്തു നിന്നും മടക്കുക, പിന്നെ ഇതാ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുത്താൽ മതി. നമ്മൾ മടക്ക് ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ചെറിയ പണിയേ ഉള്ളൂ ഈ ഒരു മുട്ട പപ്സ് റെഡിയാക്കാൻ. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മളിങ്ങനെ മടക്കിയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് കിട്ടും. ഒരുപാട് പണിയൊന്നും ചെയ്യണ്ട, ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. നല്ല ലെയറോട് കൂടിയുള്ള മുട്ട പപ്സ് തന്നെയാണ് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ആദ്യം മടക്കി വെച്ചത് ആദ്യം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ പരത്തുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുക്കുന്ന സമയത്ത് ആ ഒരു 4 ഭാഗവും കുറച്ച് കനം കുറച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. ആ ഒരു നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്ന ആ ഒരു 4 ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് കനം കുറച്ചിട്ട് പരത്തുക. ബാക്കിയെല്ലാം കുറച്ച് കട്ടിയിലായാലും കുഴപ്പമില്ല. ഒരുപാട് കനം കുറച്ചിട്ട് വേണ്ട, ഒരുപാട് തിക്കായിട്ടും വേണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ കാണുന്ന പോലെ പരത്തി എടുത്താൽ മതി. അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുട്ടനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ മുട്ട പപ്സിനെല്ലാം എങ്ങനെയാണോ മടക്കുന്നത് ആ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി വരും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ്സാക്കുമ്പം തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. നല്ല സോഫ്റ്റ് മാവാണ്. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ പരത്തി ഉള്ളിൽ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു രീതിയിൽ പരത്തുക. എന്നിട്ട് 4 സൈഡും കുറച്ചൊന്ന് കനം കുറച്ച് പരത്തുക. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക, മുട്ട വെച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ വെച്ച് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാവ് നമ്മൾ മടക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയത്, ഒരു ലെയറോട് കൂടിയുള്ള മാവല്ല. അപ്പോൾ ഉള്ളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുട്ട പപ്സ് കഴിക്കാൻ തോന്നുമ്പോൾ ഒരുപാട് കാശ് കൊടുത്ത് മുട്ട പപ്സ് വാങ്ങണ്ട. ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഓവനില്ലാന്ന് വിചാരിച്ചിട്ട് ബേക്ക് ചെയ്യാൻ ഓവനില്ലാന്ന് വിചാരിച്ചിട്ട് മുട്ട പപ്സ് ഉണ്ടാക്കാതിരിക്കേണ്ട. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.